ഹലോ ആൾ വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റെസ്പിറേറ്ററി വോളിയൂംസ് ആൻഡ് കപ്പാസിറ്റീസ് വളരെ സിമ്പിളായിട്ട് പഠിക്കണം എന്നുള്ളത്. ഒരുപാട് പേർക്ക് ഡൗട്ട് ആയിരിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. MBBS നിങ്ങൾ നീറ്റ് കഴിഞ്ഞ് MBBS കയറി കഴിഞ്ഞാൽ ഫിസിയോളജി ഇത് പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിനെ കുറേ ഇയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഓക്കെ, പറഞ്ഞു തരാം എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് ലൈക്കാണ്. ഫ്രീ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഒരു കുറച്ച് സ്റ്റുഡൻസ് കമൻറ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം കളയണ്ട, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ റെസ്പിറേറ്ററി വോളിയൂംസ് ആൻഡ് കപ്പാസിറ്റീസ്. ഓക്കെ, റെസ്പിറേറ്ററി വോളിയൂംസ് ആൻഡ് കപ്പാസിറ്റീസ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കും. അടിപൊളി വീഡിയോ തന്നെ ആയിരിക്കും. നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ ചാനൽ മസ്റ്റായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ടൈഡൽ വോളിയം. ഞാൻ ഓരോ കാര്യങ്ങളും ഫസ്റ്റ് സെൻറ്റൻസ് റീഡ് ചെയ്യും, പിന്നെ അത് ഗ്രാഫ് രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ശ്വസിച്ച്, അതായത് ഞാൻ ബ്രീത്ത് ഇൻ ചെയ്യും, അതുപോലെ ഞാൻ ബ്രീത്ത് ഔട്ട് ചെയ്യും. ഈ ഒരു രീതിയിലായിരിക്കും ഞാൻ അതായത് ഞാൻ ചെയ്തിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? റെഡി. ഫസ്റ്റ് ടൈഡൽ വോളിയം. എന്താണ് ടൈഡൽ വോളിയം? വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. ഓക്കെ, നോർമലി നമ്മൾ ഉറങ്ങുകയാണ്, രാത്രി കിടന്നുറങ്ങി. അപ്പോൾ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമ്മൾ നോർമലി വോയിസ്ഫുൾ ഇൻസ്പിറേഷൻ്റെ ആവശ്യമില്ല. കാര്യം നമ്മൾ ഫുട്ബോൾ കളിച്ചാലേ വോയിസ്ഫുൾ ഇൻസ്പിറേഷനും എക്സ്പ്രഷൻ്റെ ആവശ്യം. കാര്യം കൂടുതൽ ഓക്സിജൻ കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ ഫുട്ബോൾ കളിക്കാൻ ഓടി കഴിഞ്ഞാലൊക്കെ അല്ലേ അതിൻ്റെ ആവശ്യമുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. നോർമലി ബോഡി റെസ്റ്റാണ്. അപ്പോൾ നോർമൽ ബ്രീത്ത് ഇൻ ചെയ്തു, ബ്രീത്ത് ഔട്ട് ചെയ്തു. നോർമലി നമ്മളൊരു വോയിസും ഒന്നും കൊടുക്കാതെ നമ്മൾ നോർമലി ബ്രീത്ത് ചെയ്യുന്നത് ആണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഒന്നല്ല ഇൻസ്പിറേഷൻ, അതായത് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന വോളിയം അല്ലെങ്കിൽ എക്സ്പയർ ചെയ്യുന്ന വോളിയം നോർമലി, അതിനാണ് ടൈഡൽ വോളിയം. ഏതിലൊക്കെ ഒന്നിനാണ് പറയുന്നത്. ഓക്കെ, ആ ഒന്നിൻ്റെ കപ്പാസിറ്റിയോടെ കൊടുത്തിട്ടുള്ളത് 500 ml. ഓക്കെ, 500 ml എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ നോർമലി ഉറങ്ങുന്ന ടൈമിൽ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നത് 500 ml ഓഫ് എയർ ആണ്. ഓക്കെ, that is a healthy man can inspire or expire approximately 6,000 to 8,000. അതായത് 500 ഇൻറ്റു എത്രയാണ്, നമ്മൾ ഇപ്പോൾ പെർ മിനിറ്റ്, ഒരു മിനിറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റിൽ എത്ര തവണ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യും? ഏകദേശം ഒരു എത്ര ടൈമിലാണ്? 14 ടൈം എന്നൊക്കെ പറയാറുള്ളത്. നമുക്ക് നോക്കി നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. 10 ടൈം 4 0 0 0 4 5 20 500. ഓക്കെ, 7,000 ഏകദേശം ആ റേഞ്ചിൽ. പക്ഷേ അത് ഞാൻ വെറുതെ പറഞ്ഞാണ്. ഏകദേശം അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് MBBS നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, എനിക്ക് തന്നെ കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിൽ NCERT കൊടുത്ത കാര്യം അത് നിങ്ങൾ അതൊന്നും ആലോചിക്കേണ്ട. ജസ്റ്റ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല, എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി, ജസ്റ്റ് റബ്ബ് ചെയ്യട്ടെ. റെഡി. ഞാൻ അടുത്ത കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ടൈഡൽ വോളിയം എന്ന് മനസ്സിലായി. അത് ഞാൻ ഗ്രാഫ് വഴി റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലാരും ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, ആദ്യം ഓരോ ടേം മനസ്സിലാക്കുക എന്നുള്ളതാണ്. Additional volume of air a person can inspire by a forceful inspiration. This averages to 2,500 2,500 to 3,000 ml. നമ്മൾ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നോർമലി നമ്മൾ 500 ml ആണ് നോർമലി ഇൻസ്പയർ ചെയ്യുന്നത്. പക്ഷെ ഈ 500 ml ഒഴികെ അത്ര ഇൻസ്പയർ നമുക്ക് ചെയ്യണം. പക്ഷെ അതിന് മേലേക്ക് എത്ര ഇൻസ്പയർ ചെയ്യണം, എത്രത്തോളം എയർ നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട്, അതിനാണ് എന്ത് പറയുന്നത്, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. ഒന്നല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പയർ ചെയ്യുക. ഓക്കെ, ഇതിൽ ഇൻസ്പയർ ഒരു എക്സ്പയർ കൊടുത്തിട്ട് ഇല്ല, ഇൻസ്പിറേറ്ററി വോളിയം അല്ല, സോറി, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇപ്പോൾ അഡീഷൻ, അതായത് 500 ml നോർമലി ആവശ്യമുണ്ട്. പക്ഷേ അതിലാരും നോർമലി എത്ര എടുക്കുന്നു എന്നുള്ളത് ആണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇത് ഗ്രാഫ് പറയുമ്പോൾ ഇതിലാരും കൂടുതൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ എന്താണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം? നമ്മളിപ്പോൾ ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞു, നമ്മൾ ഒരുപാട് എയർ ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എയർ എക്സ്പയർ ചെയ്യും. ഓക്കെ, നോർമലി ഒരു 500 ml നമ്മൾ എക്സ്പയർ ചെയ്തു. പക്ഷെ അതിനേക്കാളും ഒരുപാട് എക്സ്ട്രാ എക്സ്പയർ ചെയ്യേണ്ടി വരും. സോ അതിന് പറയുന്ന പേരാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഓക്കെ, പക്ഷേ ഈ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം 2,500 ആണെങ്കിൽ എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഇവിടെ 1,000 ആണ് വരുന്നത്. പക്ഷേ 1,100 ആണ് വരുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടിയിട്ട് പറയാണ്. അതെന്താ? അതായത് ഇൻസ്പയർ ഒരുപാട് ചെയ്യുന്നുണ്ട്, എക്സ്പയർ കുറച്ചേ ചെയ്യുന്നുള്ളൂ. അതെന്താണ് കാരണം നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ബോഡിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഒരുപാട് എയർ ബ്രീത്ത് ഇൻ ചെയ്യുക, ഒരുപാട് എയർ
ബ്രീത്ത് ഔട്ട് ചെയ്യുക. പക്ഷെ നമുക്ക് ഇൻ ചെയ്ത് അത്ര സാധനം ഔട്ട് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ബോഡിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, വേറെ ഒന്നും കോംപ്ലിക്കേഷൻസ് ഒന്നും വരുത്തണ്ട. നമ്മൾ ഒരുപാട് എയർ ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത്ര എയർ നമുക്ക് എക്സ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എക്സ്പയർ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ബോഡിയിൽ നിന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആ രീതിയിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായത്. നമ്മൾ ഓരോ ട്രിക്ക് ഉപയോഗിച്ച് പഠിക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കത്തി. ഓക്കെ, മനസ്സിലായി. പക്ഷേ അത് ഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാരും മനസ്സിലാവും. ഓക്കെ, റെസിഡ്വൽ വോളിയം. എന്താണ് റെസിഡ്വൽ വോളിയം? ഓക്കെ അല്ലേ, റെസിഡ്വൽ വോളിയം വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200 to 1200 ആണ് അല്ലേ. 1100 to 1200 ml. ഓക്കെ, അതായത് 1.1 to 1.2 ലിറ്റർ. അതായത് റെസിഡ്വൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എക്സ്പയർ ചെയ്തു, അതായത് ഇൻസ്പയർ ചെയ്തു, അതിനുശേഷം അത്രത്തോളം നമുക്ക് എക്സ്പയർ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് എക്സ്പയർ ചെയ്തു. അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബോഡിയിലെ മെക്കാനിസം ആണെന്നുള്ളത്. പക്ഷേ ഇങ്ങനെ എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമുക്ക് ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്യാം നമ്മുടെ എക്സ്പിറേഷൻ. പക്ഷെ എന്നാൽ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ലങ്സിൽ കുറച്ച് എയർ ഉണ്ടാവും. അതെന്താ, ലങ്സ് കൊളാപ്സ് ചെയ്യാൻ നിൽക്കാൻ വേണ്ടിയിട്ട്. ലങ്സ് എപ്പോഴും ഇങ്ങനെ അല്ലേ, ഒരു ബലൂൺ പോലെ നിൽക്കണം. കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, പിന്നെ അത് എന്താ പറയുക, കൊളാപ്സ് ചെയ്യാൻ പാടില്ല. അതാണ്. അപ്പോൾ കൊളാപ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റെസിഡ്വൽ വോളിയം അതിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, അപ്പോൾ റെസിഡ്വൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എക്സ്പയർ ചെയ്ത്, ഇപ്പോൾ ലങ്സ് ഇത്ര വലുപ്പമുണ്ട്, ഇത്ര ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഇത്ര എക്സ്പയർ ആവുള്ളൂ. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ആവില്ല. പക്ഷേ ഇത്ര എയർ ഉണ്ടാവും, കുറച്ച് എയർ ഉണ്ടാവും. വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. കാരണം എന്താണ്, ഇത് നമുക്ക് എന്താ പറയുക, കൊളാപ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് റെസിഡ്വൽ വോളിയത്തിൻ്റെ ആവശ്യമുള്ളത്. ഇനി എന്താണ് ഇൻസ്പിറേറ്ററി? ഇനി കപ്പാസിറ്റീസ് ആണ്. ഓക്കെ, കപ്പാസിറ്റീസ് ആണ്, അത് നമുക്ക് പറയാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫുകളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റെഡി? ഗ്രാഫ് ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേ? റെഡിയായി എന്ന് വിചാരിക്കുന്നു. റെഡി. അപ്പോൾ ഈ ഗ്രാഫ് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് വരച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് ഇത് MCQs സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നോർമലി നമ്മൾ ഇൻസ്പയർ ചെയ്യാണ്. ഓക്കെ, നോർമലി നമ്മൾ ഇൻസ്പയർ ചെയ്തു. ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ, നോർമൽ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഡൽ വോളിയം ആണ് അല്ലേ. ടൈഡൽ വോളിയം അതായത് 500 നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ എന്ത് ചെയ്തു, ഇൻസ്പയർ ചെയ്തു, എക്സ്പയർ ചെയ്തു, ഇൻസ്പയർ ചെയ്തു, എക്സ്പയർ ചെയ്തു. അതായത് 500 ml ഇൻസ്പയർ ചെയ്തു, 500 ml എക്സ്പയർ ചെയ്തു. നമുക്ക് നോർമൽ ഒരു ബ്രീത്തിങ്. പക്ഷെ നമ്മൾ ഫുട്ബോളൊക്കെ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമ്മൾ നോർമലി നമ്മൾ ഇത്രത്തോളം ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, ഇത്രത്തോളം എക്സ്പയർ ചെയ്ത്, ഇത് ഇൻസ്പിറേഷൻ, ഇത് എക്സ്പിറേഷൻ. ഇത്രത്തോളം ഫസ്റ്റ് ഇൻസ്പയർ നോക്കി, ഇൻസ്പിറേഷൻ ചെയ്യുന്നുണ്ട് 500 ml, 500 ml കിട്ടി. പക്ഷെ നമ്മൾ ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞാൽ അഡീഷണൽ എയർ ഇത്രത്തോളം നമ്മൾ ഇൻസ്പയർ ചെയ്തു. അതായത് ഇവിടെ ഏകദേശം ഒരു 6000 എത്രയാണ് കൊടുത്തിട്ടുള്ളത്, 6000 അല്ല, ഏകദേശം എത്രയാണ് കൊടുത്തിട്ടുള്ളത്, നമ്മൾ NCERT കൊടുത്തിട്ടുണ്ടല്ലോ വാല്യൂ, അതായത് 2500 to 3000 അത്രത്തോളം ലിറ്റർ. അതായത് ഈ എഴുത്തുകളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ലിറ്റർ, ഇത് MBBS, ഇതെന്താണെന്നോ, ഓക്കെ, അത് ആവശ്യമില്ല. അത് ജസ്റ്റ് നിങ്ങൾ നോക്കണം. നിങ്ങൾ ഈ ഗ്രാഫ് മനസ്സിലാക്കിയാൽ മതി, അവിടെ നോട്ടെ. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞാൽ, ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എയർ ആവശ്യമുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇൻസ്പയർ ചെയ്തു, പീക്ക് പോയിന്റ് ഇൻസ്പയർ ചെയ്ത്, പിന്നെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ല. ആ പീക്ക് പോയിന്റ് എത്തിയപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ മാക്സിമം എക്സ്പയർ ചെയ്തിട്ട് നമ്മൾ നോർമലി 500 ml എക്സ്പയർ ചെയ്യാറുണ്ട്. നോർമൽ ഉറങ്ങുന്ന ടൈമിൽ ഞാൻ പറഞ്ഞതാണ്. അതും കൂടി എക്സ്പയർ ചെയ്തു. പക്ഷെ വീണ്ടും നമ്മൾ എക്സ്പയർ ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ ആൾറെഡി ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ എയർ കളയണം. പക്ഷേ നമ്മൾ ഇത് എടുത്ത അത്ര സാധനം പോകില്ല, കുറച്ചേ പോകുള്ളൂ പറഞ്ഞു. പിന്നെ വീണ്ടും താഴേക്ക് കുറച്ചും കൂടി എക്സ്പയർ ചെയ്തു. അത് പിന്നെ നമ്മൾ ബോഡിയൊക്കെ നോർമൽ കണ്ടീഷനിലെത്തി. പിന്നെ നോർമൽ ഒരു ഉറങ്ങുന്ന ടൈമിലുള്ള ഒരു ഇതായി. അത് ഉറങ്ങുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് എഴുതി വെക്കരുത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് മനസ്സിലായില്ലേ. അതായത് 500 ml നോർമൽ എടുക്കും, പക്ഷേ അഡീഷണലാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ഇതും അഡീഷണലാണ്. ഓക്കെ, ഇതാണ് നോർമലി ഉള്ള ഇതിൻ്റെ ഏരിയ. ഓക്കെ, അപ്പോൾ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ കപ്പാസിറ്റീസ് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ കപ്പാസിറ്റീസ് വളരെ സിമ്പിളാണ്. ഓക്കെ, പിന്നെ റെസിഡ്വൽ വോളിയം കൂടി പറഞ്ഞു. റെസിഡ്വൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത്രത്തോളം അല്ലേ എക്സ്പയർ ചെയ്ത് കളഞ്ഞത് അല്ലെ, മേലെ നിന്ന് ഇങ്ങനെ കൊടുന്നു. ഇത് നോർമലി നമ്മൾ എക്സ്പയർ ചെയ്യുന്ന സാധനം, അതായത് ഇങ്ങനെ ഇത്
ഇത് ഇൻസ്പിറേഷൻ ഇത് നമ്മൾ നോർമൽ എക്സ്പയർ ചെയ്തു. പക്ഷേ ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലോണം ഇൻസ്പയർ ചെയ്യേണ്ടി വന്നു. പിന്നെ അതുപോലെ തന്നെ എക്സ്പയർ ചെയ്തു, ഇവിടെ എത്തി. പിന്നെ വീണ്ടും നമ്മൾ നോർമലി എക്സ്പയർ ചെയ്യുന്ന അത്ര വോളിയം കൂടി എക്സ്പയർ ചെയ്തു. പക്ഷേ വീണ്ടും കുറച്ചും കൂടി എക്സ്പയർ ചെയ്തു. ഓക്കെ, എക്സ്പയർ ചെയ്തിട്ട് വീണ്ടും ഇത് ഇൻസ്പയർ ചെയ്യുന്നതാണ്. വീണ്ടും നമ്മൾ ഇൻസ്പയർ ചെയ്ത് നോർമലി ഇൻസ്പയർ ചെയ്യുന്നതാണ്. ഇവിടെ എത്തി. പക്ഷേ ഇതൊക്കെ എയറാ. പക്ഷേ ഇതും കൂടി നമുക്ക് എക്സ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് റെസിഡ്വൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലങ്സിൽ ആവശ്യമുള്ള എയറാണിത്. ഓക്കെ, റെസിഡ്വൽ വോളിയം. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് കപ്പാസിറ്റീസും കൂടി പറയാം. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. വാട്ട് ഈസ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി? നമുക്ക് നോക്കാം. ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. ഫോഴ്സ്ഫുൾ അല്ല, നോർമൽ എക്സ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ഒരു സാധനം ഇതാണ് നോർമൽ. ഞാൻ പറഞ്ഞതാണ്, ഇത് ഫോഴ്സ്ഫുൾ ആണ്. ഈ സാധനം ഫോഴ്സ്ഫുൾ ആണ്. ഇതല്ല, ഇതാണ് നോർമൽ. ഈ സാധനമാണ് നോർമൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നോർമൽ എക്സ്പിറേഷൻ്റെ സാധനം കിട്ടി. ഇനി എന്താണ് ഇത് കൊടുത്തിട്ടുള്ളത്? നമുക്ക് നോക്കാം. ഞാൻ വരച്ചു കഴിഞ്ഞു. ഇനി എന്താ? ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പ്രഷൻ. ടോട്ടൽ വോളിയം ഓഫ് എയർ, നോർമൽ എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് എത്രത്തോളം മേലേക്ക് അധികം എടുക്കാൻ പറ്റുന്നുണ്ട്? അതായത് ഇത് ഫുൾ എടുക്കാൻ പറ്റും നമുക്ക്, അല്ലേ? ഇത് ഫുൾ എടുക്കാൻ പറ്റും. ഓക്കെ, നോർമൽ എക്സ്പ്രഷൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതാണ് സാധനം. ഇവിടുന്ന് നമുക്ക് നോർമലി ഇൻസ്പയർ ചെയ്യുന്ന അത്ര നമുക്ക് നോർമലി ഇൻസ്പയർ അത്ര എടുക്കാൻ പറ്റും. പക്ഷെ വീണ്ടും നമ്മൾ ഫുട്ബോളൊക്കെ കളിച്ച് കഴിയുമ്പോൾ നോർമലി ഒരുപാട് എയർ എടുക്കേണ്ടി വരും. അതും കൂടി കൂട്ടിയിട്ടുള്ളതാണ്. അതായത് അതും കൂടി കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇത് ടൈറ്റിൽ വോളിയമാണ്. പിന്നെ ഈ സാധനം എന്താ? എക്സ്ട്രാ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർവ് ആയിട്ടുള്ള വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂട്ടിയതാണ് എന്താണ്? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്, അല്ലേ? ഇത് രണ്ടും കൂട്ടിയതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? റെഡി ആയി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. ഈ ഗ്രാഫ് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മാറും. ഇനി അടുത്തത് എക്സ്പിറേറ്ററി കപ്പാസിറ്റി. ഇതിന് നേരെ ഓപ്പോസിറ്റ്. എന്താണ്? ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിറേഷൻ. നോർമൽ നമ്മൾ ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ടോട്ടലി എക്സ്പയർ ചെയ്യാൻ പറ്റും? റെസിഡ്വൽ വോളിയം ഇൻക്ലൂഡഡ് ആണ്? അല്ല, റെസിഡ്വൽ വോളിയം നമുക്ക് എക്സ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ലങ്സിൽ ആൾറെഡി ആവശ്യമുള്ള എയർ ആണ്. ഓക്കെ, ദിസ് ഇൻക്ലൂഡ്സ് ടൈഡൽ. അത് പറയാം, അത് പോട്ടെ, അത് നമുക്ക് പറയാം. അതായത് ഇൻസ്പയർ ചെയ്തതിന് ശേഷം നോർമൽ ഇൻസ്പിറേഷന് ശേഷം എത്രത്തോളം എക്സ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ അല്ല, നോർമലിൻ്റെ ഇതാണ് നോർമൽ. അപ്പോൾ എത്രത്തോളം എക്സ്പയർ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഇത് എക്സ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ടൈഡൽ വോളിയം എക്സ്പയർ ചെയ്യാൻ പറ്റും. പിന്നെന്താ? എക്സ്പിറേറ്ററി റിസർവ് വോളിയം കൂടി എക്സ്പയർ ചെയ്യാൻ പറ്റും. ഇതെന്താണ്? ഇത് റെസിഡ്വൽ വോളിയം ആണ്. ഇത് എക്സ്പയർ ചെയ്യാൻ പറ്റൂല. ഇത് ഒരിക്കലും നമുക്ക് എക്സ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് വരുന്നത്. അപ്പോൾ എന്താണ്? ടൈഡൽ വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി അല്ലേ? എക്സ്പിറേറ്ററി കപ്പാസിറ്റി. ഇത് രണ്ടുമാണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി. യെസ്. ഇനി ഫങ്ഷണൽ റെസിഡ്വൽ കപ്പാസിറ്റി. ഇതെന്താ? വോളിയം ഓഫ് എയർ ദാറ്റ് വിൽ റിമെയിൻ ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. നോർമലി നമ്മൾ എക്സ്പയർ ചെയ്തു, ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ അല്ല, നോർമലി എക്സ്പയർ ചെയ്തു. നോർമലി എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാറ്റ് ലങ്സിൽ, അതായത് നോർമൽ നമ്മൾ ഉറക്കത്തിൽ നോർമലി നമ്മൾ ശ്വാസം വിട്ടു. അതിനുശേഷം നമ്മൾ ലങ്സിൽ എന്തൊക്കെയുള്ളത് നമുക്ക് ജസ്റ്റ് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. എന്തൊക്കെയുള്ളത്? അതിലുള്ളത് നമ്മൾ നോർമലി എക്സ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സ്പയർ ചെയ്യാൻ പറ്റുന്ന അത്ര എയർ നമ്മുടെ ബോഡിയിൽ ആൾറെഡി ഉണ്ട്. അതുണ്ട്. പിന്നെ റെസിഡ്വൽ വോളിയം കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നോർമലി എക്സ്പയർ ചെയ്തു, ഇത്രത്തോളം നോർമലി, ഇത് ഇൻസ്പിറേഷൻ, ഇത് എക്സ്പിറേഷൻ. നോർമലി എക്സ്പയർ ചെയ്തു. അതിനുശേഷം നമ്മൾ ബോഡി ഉള്ളതാണ്, നമ്മളെ ലങ്സിലുള്ളത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം കൂടി ഉണ്ട്. അതുപോലെ തന്നെ റെസിഡ്വൽ വോളിയം കൂടി നമ്മുടെ ബോഡിയിലുണ്ട്, ഇല്ലേ? റെസിഡ്വൽ വോളിയം ഉണ്ട്, എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പോൾ അതാണ് ഫങ്ഷണൽ റെസിഡ്വൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. ഇനി എന്താണ് വൈറ്റൽ കപ്പാസിറ്റി? The maximum volume of air a person can breathe in after a forceful expiration. ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്തതിന് ശേഷം എത്രത്തോളം ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നു? ഇത് ഒരു അടിപൊളി കോൺസെപ്റ്റാണ്. ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഗ്രാഫ് എടുക്കുക കൊണ്ടുവരണം. ഫോഴ്സ്ഫുള്ളി എക്സ്പ്രഷൻ്റെ ഗ്രാഫ് ഏതാ? താഴെ ബേസ് പോയിന്റ് ഏതാ? ഇതാണ് ഫോഴ്സ്ഫുൾ എക്സ്പ്രഷൻ്റെ ബേസ് പോയിന്റ്. ഇത് നോർമൽ എക്സ്പ്രഷൻ, ഇത് ഫോഴ്സ്ഫുൾ എക്സ്പ്രഷൻ. അതിനുശേഷം എത്രത്തോളം കാറ്റ് എടുക്കാൻ പറ്റുന്നു അത് ഫുള്ള് പെടും, അല്ലേ? ഇത് ഫുള്ള് പെടും. അതായത് ഇത് ഫുള്ള് പെടും. അതായത് ഈ ഒരു ഏരിയ പെടും. അതായത് നമുക്ക് എക്സ്പിറേറ്ററി റിസർവ് വോളിയം കംപ്ലീറ്റ് ചെയ്യണം.
അതിനുശേഷം നോർമലി എടുക്കുന്ന ടൈറ്റിൽ വോളിയം കൂടി കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം ഇൻസ്പിറേറ്റർ റിസർവ് വോളിയം കൂടി നമ്മൾ എയർ വലിച്ചെടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് മൂന്നും കൂട്ടിയിട്ടായിരിക്കും അത് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എക്സ്പിറേറ്റർ റിസർവ് വോളിയം, ടൈറ്റിൽ വോളിയം, ഇൻസ്പിറേറ്റർ റിസർവ് വോളിയം. ഓക്കെ, ടോട്ടൽ ലങ് കപ്പാസിറ്റി. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ലങ്സിലുള്ള ടോട്ടൽ കപ്പാസിറ്റി. ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ലങ്സിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഇത് ലങ്സ് ചുരുങ്ങി കിടക്കാം. അപ്പോൾ റെസിഡ്യൽ വോളിയം കുറച്ച് ആവശ്യമുണ്ട്, കുറച്ച് റെസിഡ്യൽ വോളിയം ആവശ്യമുണ്ട്, കാര്യം നമുക്ക് കൊളാപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എക്സ്പിറേറ്ററി പിന്നെ ലങ്സിലുള്ളത് എക്സ്പിറേറ്ററി റിസർവ് വോളിയമാണ്. അതായത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം, അതായത് ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്ത് കളയുമല്ലോ, അത് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ എക്സ്പയർ ആവുള്ളൂ. അപ്പോൾ അതും കൂടി ഉണ്ട്, അത് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ എക്സ്പയർ ആവുള്ളൂ, അതും കൂടി ഉണ്ട്. പിന്നെ നമ്മൾ എന്തുണ്ട് നോർമലി അതായത് ഉറക്കത്തിൽ എക്സ്പയർ ചെയ്യുന്ന ആ കാറ്റും കൂടി ഉണ്ട് അതിൽ. ഓക്കെ, ഉറക്കത്തിൽ എക്സ്പയർ ചെയ്യുന്ന ആ എയറും കൂടി, അതായത് നോർമലി എക്സ്പയർ ചെയ്യുന്ന എയറും കൂടി ഞാൻ പറയാം. ഇത് പിന്നെ റിവേഴ്സിൽ നിന്ന് എടുക്കുന്നുണ്ട്. പിന്നെ എന്തുണ്ട്, പിന്നെ നമ്മൾ അതായത് ഇതിപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്, എക്സ്പയർ ചെയ്യുന്ന സാധനം. പിന്നെ അതിനുശേഷം ഇൻസ്പിറേറ്ററി, അതായത് ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യുന്ന കാറ്റും കൂടി ഉണ്ട്. ഞാൻ പറയാം, തുറക്കുന്ന പറയാം, ചിലപ്പോൾ ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഇതിലുള്ളത് ഞാൻ ഇതുവഴി പറയാം, ഇത് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, ഈ ഗ്രാഫ് വെച്ചിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലെങ്സിൽ എന്തുണ്ട്, ഓക്കെ ഇത് ലെങ്സ് ആക്കിയിട്ട് കൂട്ടാം. 2 ലെങ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, 2 ലെങ്സ്. ഇതിൽ നോർമലി അല്ലെങ്കിൽ ഇത് വേണ്ട, ജസ്റ്റ് ഇങ്ങനെ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നോർമൽ നമ്മൾ ലെങ്സിൽ എന്തുണ്ട് റെസിഡ്യൽ വോളിയം ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. റെസിഡ്യൽ വോളിയം ആവശ്യമാണ്. ഓക്കെ, പിന്നെ അതവിടെ നിൽക്കട്ടെ. ഈ ഒരു സാധനം നമുക്ക് ആൾറെഡി അറിയുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് അറിയുന്ന കാര്യം ടൈഡൽ വോളിയമാണ്. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ നോർമലി ഇൻസ്പയർ ചെയ്യുന്നതും നോർമലി എക്സ്പയർ ചെയ്യുന്നതും ആ സാധനം. ഓക്കെ, ടൈഡൽ വോളിയം എത്രത്തോളമാണ് ഇൻസ്പയർ ചെയ്യുന്നത് അത്രത്തോളം നോർമലി എക്സ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അറിയുന്ന കാര്യം ഇൻസ്പിറേറ്ററി റിസർവ് വോളിയമാണ്. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എത്രത്തോളം അഡീഷണൽ എയർ എടുക്കാൻ പറ്റും. പിന്നെ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ എത്രത്തോളം അഡീഷണൽ എയർ ഒഴിവാക്കാൻ പറ്റും, നമുക്ക് അഡീഷണലാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാതും കൂടി കൂട്ടിയാലല്ലേ ലങ്ങിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി കിട്ടുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കോംപ്ലിക്കേഷനിലോട്ടൊന്നും പോകണ്ട, ഈ സാധനങ്ങളെല്ലാതും കൂട്ടുക. ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ജസ്റ്റ് റെസിഡ്യൽ വോളിയം നമ്മുടെ ബോഡി ആൾറെഡി അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ എന്തുണ്ട് ടൈഡൽ വോളിയം, നോർമലി ബ്രീത്തിനും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ടൈഡൽ വോളിയം അതുണ്ട്, അത് 500 ml ആണ്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഫോഴ്സ്ഫുൾ ഇൻസ്പയർ ചെയ്യാൻ ഒരു അഡീഷനും കൂടി വേണം. അപ്പോൾ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, അതിന് നേരെ ഓപ്പോസിറ്റ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ ഓക്കെ, റെസിഡ്യൽ വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, ടൈഡൽ വോളിയം. റെസിഡ്യൽ വോളിയം, എക്സ്പിറേറ്ററി റിസർവ് ആൻഡ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അല്ലെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡ്യൽ അല്ലെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡ്യൽ വോളിയം. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നും ആഡ് ചെയ്തത്, ഇത് മൂന്നും പ്ലസ് ഇത് റെസിഡ്യൽ വോളിയം. അത് നിങ്ങൾക്ക് ജസ്റ്റ് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് എന്താ പറയുക നമ്മളെ ഈ ഒരു ഗ്രാഫ്, ഈ ഒരു എന്താ പറയുക റെസ്പിറേറ്ററി വോളിയംസ്. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വളരെ കോൺസെപ്റ്റുവലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഏരിയാസാണ്, ഒരുപാട് നല്ല വെയിറ്റേജ് ഉള്ളൊരു എന്താ പറയുക ഒരു ഏരിയ തന്നെയാണ് ഇത്. ഈ വർഷം ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് കമൻറ്റ് ചെയ്യുക, നമ്മളത് വീഡിയോ ചെയ്യുന്നതായിരിക്കും, ഷുവറായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ആൾ ദി ബെസ്റ്റ്.